മിനിഞ്ഞാന്ന് വന്നൊരു കപ്പിളുടെ ഒരു സ്റ്റോറി ആയിട്ടുണ്ടല്ലോ, എൻ്റെ ഷോക്ക് എനിക്ക് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ പ്രായം 43 വയസ്സ്, വൈഫാണെങ്കിൽ 41 വയസ്സ്. 10 വർഷമായിട്ട് മാരീഡായിട്ട് ഇതുവരെയായിട്ട് കുട്ടികളായിട്ടില്ല. 39-ാം വയസ്സിൽ വൈഫിനൊരു സർജറി കഴിഞ്ഞാണ് ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് എന്തായിരുന്നോ ഡയഗ്നോസിസ്ന്നോ, എന്തിനു വേണ്ടിയാണോ സർജറി ചെയ്തതെന്നോ, അഥവാ സർജറി സമയത്ത് എന്താണോ ചെയ്തതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവർക്ക് യാതൊരു പിടിയില്ല. സർജറി കഴിഞ്ഞിട്ട് 3 മാസം മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു, എന്നിട്ട് പ്രഗ്നന്റ് ആവും എന്നുള്ളൊരു അഷുറൻസ് കൊടുത്തു വിട്ടതാണ്. ഇപ്പോൾ 2 വർഷമായി ഇതുവരെയായിട്ട് പ്രഗ്നൻസി ആയിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയില്ലെന്ന്. അപ്പോൾ അവരും കൂടെ മേലെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സർജറിക്ക് വിധേയമാവുന്ന ഓരോ പേഷ്യൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3 കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതായത് ഫസ്റ്റ്, നിങ്ങളുടെ ഡയഗ്നോസിസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സർജറി ചെയ്യാൻ പോകുന്നതെന്ന്. 2, എന്ത് സർജറിയാണെന്നും സർജറി സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഡോക്ടർ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. 3, സർജറി കഴിഞ്ഞിട്ട് എന്തായിരിക്കും കോഴ്സ് ഓഫ് ആക്ഷൻ അഥവാ ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്തെങ്കിലും എക്സ്റ്റെൻഡഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണോ, റിവ്യൂ വേണോ, സർവൈലൻസ് വേണോ, ഈ 3 കാര്യമെങ്കിലും മിനിമം അറിഞ്ഞിരുന്നിട്ട് വേണം ഏതൊരു സർജറിക്കും വിധേയമാവാൻ വേണ്ടിയിട്ട്.